ഓപ്പോസിറ്റ് ന്യൂബ് എനിമീസ് വരുന്നത് എൻ്റെ കുറ്റമല്ല, ഞാൻ ഡയമണ്ട് റാങ്കിലാണ് കളിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു എനിമി ആണെങ്കിൽ റിവൈവൽ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ MP5 വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചപ്പോഴേക്കും അവനാണെങ്കിൽ അങ്ങ് നോക്കായി ഗൈസ്. അവൻ ആൾറെഡി നല്ല ലിറ്റായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു എനിമി അങ്ങ് അടിച്ച് ഡൗൺ ആക്കി നമ്മുടെ 3rd കില്ലോടി എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു എനിമിയുടെ കയ്യിലാണെങ്കിൽ സ്നൈപ്പർ ആമോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗൈസ്. സ്നൈപ്പർ ഗെയിം പ്ലേ വേണോ നിങ്ങൾക്ക്? സ്നൈപ്പർ ഗെയിം പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഡബിൾ സ്നൈപ്പർ പഠിച്ചെടുക്കണം. പഠിച്ചെടുത്തതിന് ശേഷം സ്നൈപ്പർ വെച്ച് മെസ്സ് കാണിച്ച് ഗെയിം പ്ലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഗൈസ്. ഓക്കെ, സോ എന്തായാലും ഇവിടെ നേരെ നമ്മുടെ ഈ ഒരു ഫാക്ടറിയിലോട്ട് പോകുന്ന ടൈമിലാണെങ്കിൽ ഒരു എനിമി ഇതേ അവിടെ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു എനിമി ആണെങ്കിൽ സ്റ്റാർ വെച്ച് എൻ്റെ മോനെ ഫുൾ റെഡ് നമ്പേഴ്സ് അടിച്ച് ആ ഒരു എനിമി കൂടി അങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. 4ാമത്തെ കില്ലൂടി കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും MI2B ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് സിംഗിൾ സ്നൈപ്പർ വെച്ച് ഈ ഒരു മാച്ച് നോക്കി നോക്കാം ഗൈസ്. സോ ഈ ഒരു ലോഡ് ബോക്സിലൊന്ന് നോക്കിയപ്പോൾ ഇതിലാണെങ്കിൽ കാർ 98 മാമോയും കിടക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് സ്കാർ മാറ്റിയിട്ട് ആ ഒരു MI2B എടുത്ത് സിംഗിൾ MI2B വെച്ച് ഈ ഒരു മാച്ച് കളിക്കാമെന്നങ്ങ് വിചാരിച്ച്. സോ നോക്കുമ്പോൾ ക്ലോക്ക് ടവറിലാണെങ്കിൽ വേറെ ഏതോ ടീം വന്നിട്ട് റിവൈവൽ സിസ്റ്റം യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, റിവൈവൽ പോയിന്റ് യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗണ്ണ് കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് താഴെ റിവൈവ് ചെയ്യുന്ന ടീമിനെ പോയി അങ്ങ് അടിക്കാം. സോ നോക്കുമ്പോൾ 1-2 ടീം ഉണ്ടെന്ന് തോന്നുന്നു. ആ റിവൈവ് ചെയ്യുന്ന ടീമിനെ ആരോ അടിക്കുന്ന പോലെ നമ്മുടെ മാപ്പിലൊക്കെ കാണിക്കുന്നുണ്ട്. സോ നൈസിൽ MI2B വെച്ചിട്ട് ഒരു എനിമിനെ ആണെങ്കിൽ ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് അവരാണെങ്കിൽ 2 ഗ്ലൂവാളും ക്രോണൊക്കെ ഇട്ട് കവർ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു എനിമി ആണെങ്കിൽ ബാക്കിൽ നിന്ന് കയറി വരുന്നത്. സെയിം സ്ക്വാഡാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് സ്നൈപ്പറിൽ നമ്മുടെ ഈ ഒരു സൈലൻസർ ഇട്ടിട്ട് MI2Bയിൽ സൈലൻസർ ഇട്ടിട്ട് നൈസിൽ ഇവിടുന്ന് മാക്സിമം എന്താ പറയുക കില്ല് കുമ്മാൻ പറ്റുമോ നോക്കി നോക്കാം. സോ ഒരു എനിമി ഇതേ നിൽക്കുന്നത് നമ്മളൊന്നും നോക്കിയില്ല, ക്രോണോ ഇട്ട് ആ ഒരു എനിമി ആണെങ്കിൽ OP ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട് ഗൈസ്. സോ ലോങ്ങിലാണെങ്കിൽ ഒരു എനിമി നമ്മളെ സ്കോപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു എനിമിക്കും ഒരു 99 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. വീണ്ടും കണ്ണിൽ കാണുന്നവർക്കൊക്കെ സ്നൈപ്പർ വെച്ച് ഡാമേജ് കൊടുത്തു. ഓക്കെ, ഒരു നോക്കിട്ട് അപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് താഴോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ ഒരു എനിമിയാണെങ്കിൽ ഓടി വരുന്നുണ്ട് ഇങ്ങോട്ട്. സോ നൈസിൽ MI2B വെച്ച് 2 ഷോട്ട് അടിച്ച് ആ ഒരു എനിമി അങ്ങ് ഡൗൺ ആക്കും. പെട്ടെന്ന് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ഷോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി ആ ഒരു നോക്ക് കൂടി അവർ റിവൈവ് ചെയ്ത് പോകണ്ടെന്ന് വിചാരിച്ച് ആ ഒരു കില്ല് പെട്ടെന്ന് അങ്ങ് എടുത്ത് ഈ ഒരു ടൈം കൊണ്ടാണെങ്കിൽ നമ്മുടെ നോക്ക് കാര്യങ്ങളൊക്കെ അവർ റിവൈവ് ചെയ്തെടുത്ത് ഇപ്പോൾ 1v3 സിറ്റുവേഷനാണ്. സോ ആ എനിമി ആണെങ്കിൽ VSS വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ ഇത് താഴെയാണെങ്കിൽ ഒരു എനിമി നിൽക്കുന്നത്, ആ ഒരു എനിമി ആണെങ്കിൽ വീണ്ടും ഒരു 123യുടെ ഡാമേജ് കൊടുത്ത് ഡൗൺ ആക്കിയിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഗ്ലൂ കാര്യങ്ങളൊക്കെ ഇട്ട് കവർ ചെയ്ത് ഹീൽ ചെയ്ത് ഇനി ഇവിടെ എന്നാൽ ശരിയാകത്തില്ല. ഗ്രനേഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നൈസിൽ ആ ഒരു ഗ്രനേഡ് ഗ്ലൂ വാളങ്ങ് പൊട്ടിച്ച് നല്ലൊരു കവർ എടുത്തിട്ട് ഇവർ റഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബാക്കിലോട്ട് അങ്ങ് ഇറങ്ങിയിരുന്നു ഗൈസ്. സോ സോളോ സ്ക്വാഡ് കളിക്കുമ്പോൾ മാക്സിമം നല്ലൊരു കവർ എടുത്ത് നിൽക്കാൻ നോക്കുക. എന്നിട്ട് ആ ഒരു എനിമീസ് നമ്മളെ നേരെ റഷ് ചെയ്ത് വരുമ്പോൾ അവന്മാരടിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നൈസിൽ ആ ഒരു നോക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഫിനിഷായി കിട്ടി. അതുമാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടീമിലെ ഒരു എനിമിയാണെങ്കിൽ നമ്മളെ റഷ് ചെയ്ത് അടിക്കാൻ നോക്കുന്നുണ്ട്. സോ ആ ഒരു എനിമിയെ മാക്സിമം നമുക്ക് ഈ ഒരു ബേബി ഷോട്ട് ഗൺ വെച്ച് ഒരു 1 ടാബ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. സോ ആ ഒരു എനിമിയാണെങ്കിൽ ആ ഒരു എനിമിയുടെ അതിൽ ഷോട്ട് ഗൺ ആണെന്ന് തോന്നുന്നു. സോ നൈസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കവർ എടുത്ത് അവരാ റഷ് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് അവരെ അടിക്കാം. സോ ബാക്കിലിവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഈ ഒരു പെട്ടിയുടെ കവർ വേണ്ട, നമുക്ക് ഈ ഒരു വാൻ്റെ കവർ എടുത്ത് അവന്മാർ വരുന്ന ടൈമിൽ നമുക്ക് അങ്ങ് അടിച്ചിടാം. ചെറിയ ഒരു എനിമിയാണെങ്കിൽ നമ്മൾ നേരെ പറഞ്ഞ പോലെ തന്നെ റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തു. ബാക്കത്തെ എനിമിയാണെങ്കിൽ നമുക്ക് VSS കൊണ്ട് ഡാമേജ് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹീൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു എനിമിനെ ആ ഒരു നോക്ക് അങ്ങ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവരാണെങ്കിൽ റിവൈവ് ചെയ്യുന്നു ഗൈസ്. സ്നൈപ്പർ വെച്ച് ഒരു ഷോട്ട് കൊടുത്തെങ്കിലും അവന്മാരാണെങ്കിൽ ഓടി രക്ഷപ്പെട്ടു. നമ്മളതിൽ ഡബിൾ സ്നൈപ്പർ അല്ലാത്തതുകൊണ്ട് അവന്മാരാണെങ്കിൽ ഓടി രക്ഷപ്പെട്ട്. സോ ഇനി എന്തായാലും നമുക്ക് ബാക്കിലൂടെ കറങ്ങി ചെന്നിട്ട് അവന്മാരടിക്കാം. നേരെ റഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീരത്തേ ഉള്ളൂ. സോ ഇവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ട് എത്തിയപ്പോൾ ഒരു എനിമിയാണെങ്കിൽ അതിൻ്റെ ബാക്കിൽ നെറ്റ് പോയ പോലെ നിൽക്കുന്നുണ്ട്. സോ ആ ഒരു എനിമിയെ തലക്കടിച്ചിട്ട് പോലും ബോഡി ഷോട്ടാണ് ഗൈസ് കൊണ്ടത്. എന്തായാലും സീനില്ല, 2 അടി കൊടുത്തിട്ട് ആ ഒരു എനിമിയെ കൂടി അങ്ങ് ഡൗൺ ആക്കിയിട്ടുണ്ട്. സോ ടോട്ടൽ നമ്മുടെ 7ാമത്തെ കില്ലോടി നമുക്കിവിടെ ക്ലോക്ക് ടവറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഈ ഒരു വീഡിയോ ഇതുവരെയായിട്ടും കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രീ ഫയർ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എത്ര പേര് നമ്മുടെ വ്യൂവേഴ്സിൽ മീന സെർവർ പ്ലെയേഴ്സ് ഉണ്ട് എന്നുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു 2ാമത്തെ എനിമിയാണെങ്കിൽ ടീംമേറ്റിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സോ നൈസിൽ തലക്കടിക്കാൻ നോക്കിയപ്പോഴേക്കും അതേ ആ ഒരു കാർമ കൊണ്ട് കാറല്ല ആ ഒരു വണ്ടിയിൽ കൊണ്ട്
സോ എന്തായാലും ആ ഒരു എനിമിയാണെങ്കിൽ നമ്മൾ സ്നൈപ്പർ വെച്ച് ഒരു ഡാമേജ് കൊടുത്ത് വീണ്ടും അടിക്കാൻ നോക്കിയപ്പോഴേക്കും ആ ഒരു ബാക്കിൽ നിന്ന് ആ ഒരു എനിമിനെ ആരോ കുമ്മി ഗൈസ്, വേറെ ടീം വന്ന് അടിച്ചിട്ട്. സോ എന്തായാലും ഇനി നമുക്ക് ഈ ഒരു ബാക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ടീമിനെ അടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയത് എൻ്റെ മോനൊരു ഫുൾ സ്കോഡ് ഇറങ്ങി വരുന്നു ഗൈസ്. ഒരുത്തനെ MP5 വെച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. ബാക്കി 2 പേര് ടോപ്പിൽ. ഒരുത്തനാണെങ്കിൽ ബാക്കിൽ നിന്ന് അടിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു ബാക്കിൽ ആ ഒരു വലിയ വീട്ടിലാണെന്ന് തോന്നുന്നു. ഒരുത്തൻ ബാക്കിൽ നിന്നും അടിക്കുന്നുണ്ട്. സോ നമ്മൾ കെയർഫുള്ളായിട്ട് നിന്നില്ലെങ്കിൽ മിക്കവാറും പെട്ടിയാവും ഗൈസ്. ഓക്കെ, സോ അവിടെ നോക്കുകയാണെങ്കിൽ ഒരുത്തൻ റിവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഡബിൾ സ്നൈപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ആ ഒരു സ്നൈപ്പർ വെച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചുകൂടി എടുത്തോട്ട് പോയിട്ട് അവരാരും ഇറങ്ങി വരുന്ന ടൈമിൽ അടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ബാക്കിൽ നിന്നും അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നൈസിൽ നമ്മുടെ ഒരു മുമ്പത്തെ വീട്ടിലോട്ട് പോയപ്പോൾ ഒരു എനിമിയാണെങ്കിൽ നമ്മളെ നേരെ റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ ഒരു എനിമിയാണെങ്കിൽ MP5 വെച്ച് കുറച്ച് ബോഡി ഡാമേജ് ഒക്കെ കൊടുത്ത് ബേബി ഷോട്ട് വെച്ച് ഒരു OP 1 ടാബ് അങ്ങ് അടിച്ച് ഗൈസ്. ബേബി ഷോട്ട് വെച്ച് നമ്മുടെ ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഒരു 1 ടാബ് ഹെഡ് ഷോട്ട് കൂടി അങ്ങ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു ടീമാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആ ഒരു ടവറിൽ, ഫാക്ടറിയുടെ ഭാഗത്തുള്ള ടവർ കയറി ക്യാമ്പ് ചെയ്യാണ്. സോ അതായത് നമുക്ക് ബാക്കിൽ നിന്നും അടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഇനി ഇവിടുന്ന് നമ്മൾ സോണിലോട്ട് കയറണം. ഫാക്ടറി സൈഡിലൂടെ ഒരിക്കലും നമുക്ക് സോണിലോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ആ ഒരു ടവറിലുള്ള ടീം എന്തായാലും നമ്മൾ അടിച്ചിടും. സോ നൈസിൽ നമുക്ക് സോണിനുള്ളിലൂടെ പോയിട്ട് കറങ്ങി ചെന്നിട്ട് നമുക്ക് സേഫ് സോണിലോട്ട് കയറാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാച്ചിൽ ഇനി നോക്കുകയാണെങ്കിൽ വെറും 9 പേര് കൂടി അലൈവ് ഉള്ളൂ. സോ എന്തായാലും നമുക്ക് കറങ്ങി ചെന്ന് നമുക്ക് ലാസ്റ്റ് സോണിൽ ഈ ഒരു ടീമിനെ തന്നെ ഫൈറ്റ് ചെയ്യാം. സോ എങ്ങനെയാലും ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ആ ഒരു ടീമാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അടിക്കാൻ നോക്കുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ ബാക്കിലോട്ടിട്ട് എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് നമ്മൾ സോണിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഭാഗത്തോട്ട് എത്തിയപ്പോൾ ഒരു എനിമിയാണെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിലൂടെ സോണിലോട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. സോ ആ ഒരു എനിമിയെ നമുക്ക് സോണിൽ കയറിയിട്ട് അടിക്കാം. സോ എന്തായാലും ഇപ്പം തന്നെ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, വേറൊരു എനിമി നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ ആ ഒരു എനിമിയാണെങ്കിൽ നമ്മൾ നൈസായിട്ട് അങ്ങ് MP5 വെച്ച് ഡ്രാഗ് ചെയ്ത് ഡൗൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എനിമിയുടെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു നേരെ മുമ്പിൽ പോയത്. സോ ആ ഒരു എനിമി എന്തായാലും താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, ആ ഒരു എനിമിയാണ് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ക്രോണോ ഇട്ട് MP5 വെച്ച് ആ ഒരു എനിമിയെ കൂടി അങ്ങ് OP ഹെഡ്ഷോട്ട് അടിച്ച് ഡൗൺ ആക്കിയിട്ടുണ്ട്. സോ ഈ ഒരു മാച്ചിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ടോട്ടൽ 10 കില്ലും കിട്ടി. ഈ ഒരു എനിമിയുടെ ലൂട്ട് ബോക്സിൽ നിന്നാണെങ്കിൽ നല്ല രീതിക്ക് ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ലാസ്റ്റ് സോണിൽ നമുക്ക് മാക്സിമം ഗ്ലൂ ഒക്കെ ഇട്ട് ബൂയി അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു മാച്ച് നമ്മൾ ബൂയി അടിക്കോ ഇല്ലയോ എന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി 5 പേര് കൂടി അലൈവ് ഉണ്ട് ഗൈസ്, 5 പേര് കൂടി അലൈവ് ഉണ്ട്. സോ നേരെ നമ്മൾ മുമ്പിലോട്ട് പോയി നോക്കുമ്പോൾ ഒരു എനിമിയാണെങ്കിൽ അവിടെ ഫയർ ചെയ്യുന്ന സിമ്പിൾ കാണിച്ചു മാപ്പിൽ. സോ നൈസിൽ നമുക്ക് ആ ഒരു എനിമി അങ്ങ് അടിച്ചിടാം. സോ സ്നൈപ്പർ വെച്ച് ഒരു ഹെഡ് ഷോട്ട് ഗൈസ്, പട്ടസ് ഹെഡ് ഷോട്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു എനിമിയുടെ തല അങ്ങ് എടുത്തിട്ടുണ്ട്. ഇതേ ബാക്കിലാണെങ്കിൽ ഒരു എനിമി നല്ല രീതിക്ക് ഡാമേജ് വന്നു ഗൈസ്. SVD എന്തോ ആണെന്ന് തോന്നുന്നു. നമുക്ക് 80 HP കൂടിയേ ബാക്കിയുള്ളൂ. സോ പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്തിട്ട് ആ ഒരു എനിമിയെ റഷ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എനിമിയെ കയറി അങ്ങ് അടിക്കാം. സോ ഇനി ഈ ഒരു എനിമി അല്ലാതെ വേറൊരുത്തം കൂടിയേ ഉള്ളൂ. സോ എന്തായാലും ഈ ഒരു മാച്ചിൽ നമുക്ക് ബൂയ മിസ്സാക്കാൻ പറ്റത്തില്ല. സോ നൈസിൽ ഗ്ലൂ വാൾ കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഒരു എനിമി അങ്ങ് MP5 വെച്ച് ഡ്രാഗ് ചെയ്യാൻ നോക്കി. ആ ഒരു എനിമി നമുക്കും നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ തന്നു. സോ എന്തായാലും ആ ഒരു എനിമി അങ്ങ് കയറി റഷ് ചെയ്ത് അടിച്ചിട്ട് ഗൈസ് ബോഡി ഷോട്ട് വെച്ച് ആ ഒരു എനിമി അങ്ങ് ഫിനിഷ് ചെയ്ത്. സോ ഇനി ഒറ്റ എഴുത്തും കൂടിയുള്ളൂ. സോ 1v1 സിറ്റുവേഷൻ ആണ്. സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഹീൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു എനിമി അങ്ങ് കയറി അടിക്കാം. നമ്മുടെ തൊട്ട് മുമ്പിലാണെങ്കിൽ ആ ഒരു എനിമി കവർ എടുത്ത് നിൽക്കുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ ഹീൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ റഷ് ചെയ്ത് അങ്ങ് അടിക്കാം ഗൈസ്. ഓക്കെ, സോ ചാടി സ്നൈപ്പർ വെച്ച് ഒരു അടി അടിക്കാൻ നോക്കി, പക്ഷെ കൊണ്ടില്ല. ഓക്കെ, ഞാൻ 2 ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ കില്ലടിയായി ഗൈസ്. സോ എന്തായാലും പെട്ടെന്ന് തന്നെ ഗ്രനേഡ് കാര്യങ്ങളൊക്കെ വാരി അറിയാൻ നോക്കിയപ്പോൾ ആ ഒരു എനിമി ആണെങ്കിൽ നമ്മുടെ തൊട്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു എനിമി അങ്ങ് MP5 വെച്ച് ഒരു OP ഹെഡ് ഷോട്ട് അടിച്ച് നമ്മൾ ഈ ഒരു മാച്ച് അങ്ങ് ബൂയി അടിച്ച് ഗൈസ്. മീന സെർവറിൽ പോയി നമ്മൾ പവർ കാണിച്ച് 13 കില്ലടിച്ച് നമ്മൾ ഈ ഒരു മാച്ച് ബൂയി അടിച്ചു. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇതിലും മികച്ച ഒരു അടിപൊളി ഗെയിം പ്ലേ വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.